ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയുണ്ടായ തർക്കത്തിൽ സഹയാത്രികൻ മോശമായി പെരുമാറിയതായി മലയാളി വിദ്യാർത്ഥിയുടെ പരാതി. ഫോൺ ചാർജ് ചെയ്യുന്നതിനിടെയുണ്ടായ തർക്കത്തിലാണ് വയോധികൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ മലയാളി വിദ്യാർത്ഥിനിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. എഗ്മോർ എക്സ്പ്രസിലാണ് സംഭവം ഉണ്ടായത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വീഡിയോ കിട്ടി, കുഴപ്പമില്ല. പോലീസിന് എന്ത് കൊടുക്കാം? വീഡിയോ കിട്ടി, കുഴപ്പമില്ല. പോലീസിന് എന്ത് കൊടുക്കാം? വീഡിയോ കിട്ടി, കുഴപ്പമില്ല. പോലീസിന് എന്ത് കൊടുക്കാം? ദുരനുഭവം നേരിട്ട വിദ്യാർത്ഥിനി ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. നമസ്കാരം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുന്നുണ്ട് മോളെ, ഈ ഒരു പ്രശ്നം നടക്കുന്നത് ഇങ്ങനെ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അപ്പോൾ അവിടെ സംഭവിച്ചത്? ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമായിരുന്നു. വില്ലുപുരത്ത് നിന്നാണ് ഞാൻ ട്രെയിൻ കയറുന്നത്. കേൾക്കുന്നുണ്ടോ? ഓ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. വില്ലുപുരത്ത് നിന്നാണ് ഞാൻ ട്രെയിൻ കയറുന്നത്. വില്ലുപുരം ടു കൊല്ലം വരെയായിരുന്നു ഞാൻ റിസർവേഷൻ ചെയ്തിരുന്നത്. S3 കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ റിസർവേഷൻ ചെയ്തിരുന്നതും. ട്രെയിനിൽ കയറി എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്നെ മർദ്ദിച്ച പുള്ളി S3 കമ്പാർട്ട്മെൻറ്റിൽ 17 ആയിരുന്നു പുള്ളിയുടെ സീറ്റ് നമ്പർ. അപ്പോൾ ഞാൻ കയറുന്ന സമയത്ത് പുള്ളി അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു എൻ്റെ ഫോൺ ഒന്ന് ചാർജിന് ഇട്ടോട്ടെ എന്ന്. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞ് ചാർജിന് ഇട്ടാൽ മതി, എനിക്കതുവരെ ചാർജ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം പുള്ളി പറഞ്ഞു പുള്ളിക്ക് കിടക്കണം, അപ്പോൾ ബെർത്തെല്ലാം നേരെ ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പർ ബെർത്തായിരുന്നു, ഞാൻ അതുകൊണ്ട് തന്നെ മുകളിൽ പോയി ഇരിക്കുമായിരുന്നു ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞു. ഏകദേശം ഒരു 1.5-2 മണിക്കൂറായ സമയത്താണ് ഞാൻ താഴെ ഇറങ്ങി വരുന്നത്. വിരുദാചലം ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ താഴെ ഇറങ്ങി വന്ന് പുള്ളിയോട് പറഞ്ഞു എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എനിക്കൊന്ന് ഇത് ചാർജിന് ഇടണം എന്ന് പറഞ്ഞു. പുള്ളി മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്ന വേറൊരു വ്യക്തിയോട് പറഞ്ഞു എനിക്കിതൊന്ന് ചാർജ് ചെയ്യണം, ഞാൻ ആരെയും കോൺടാക്റ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ഫോണൊന്ന് ഓൺ ആക്കണം, അതിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഈ ഫോൺ ഊരി ആ ബെർത്തിൽ വെച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പുള്ളി പറയുന്നത് കേട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഫോൺ ഊരി ആ ബെർത്തിൽ വെക്കുന്നത്. അന്നേരം ഈ വ്യക്തി ചാടി എഴുന്നേറ്റ് എൻ്റെ ഫോൺ ഊരി നിലത്തിടുമായിരുന്നു, അതായത് ട്രെയിനിൻ്റെ ഫ്ലോറിലിടുമായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ ഫോൺ ഊരി നിലത്തിടുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം ഷോക്ക് ആയതുപോലായിരുന്നു. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇയാളിങ്ങനെ എൻ്റെ ഫോൺ ഊരി നിലത്തിടുമെന്ന്. എന്നിട്ട് ഞാൻ വീണ്ടും ഇയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്ത് അടിസ്ഥാനത്തിലാണ്, ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും, ഞാൻ റിസർവേഷൻ ചെയ്തിരിക്കുന്നതാണ് എന്നിങ്ങനെ. എന്നിട്ട് ഞാനത് വീണ്ടും എടുത്ത് പ്ലഗ് ചെയ്തു. പ്ലഗ് ചെയ്യുന്ന സമയത്ത് ഇയാൾ വീണ്ടും അത് ഊരി നിലത്തിടുന്നു. വീണ്ടും ഇയാൾ എന്നെ ഓരോന്ന് പറയുവാണ്. അതിനുശേഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ട്രെയിനിൽ പോലീസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ആ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ ഫുള്ള് നോക്കുകയുണ്ടായി. നോക്കിയിട്ട് അവിടെ ഒന്നും ഒരു പോലീസുകാരനെയും കണ്ടില്ല. അതിനുശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും ചാർജ് പ്ലഗ് ഓൺ ചെയ്യാൻ നേരത്ത് ഇദ്ദേഹം ആദ്യം പറയുന്നുണ്ടായിരുന്നു ഇനി അവിടെ നിങ്ങൾ പ്ലഗ് ഓൺ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ അടിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ടും അടിക്കത്തില്ലല്ലോ എന്ന വിശ്വാസത്തിലാണ് വീണ്ടും ഇങ്ങനെ അവിടെ ചാർജിന് ഇടുന്നത്. അന്നേരമാണ് പുള്ളി മർദ്ദിക്കുന്നത്. ഞങ്ങൾ ഉടനെ തന്നെ റെയിൽ മതത്തിൽ കംപ്ലൈൻറ്റ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, റെയിൽ മതത്തിൽ കംപ്ലൈൻറ്റ് ചെയ്ത ശേഷം പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് എന്നെ ഫോൺ ചെയ്യുകയുണ്ടായി. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചത് 2 പേരും മലയാളീസ് ആയിരുന്നു. അപ്പോൾ ആദ്യം ഒരു ലേഡി ആയിരുന്നു പോലീസുകാർ എന്നോട് സംസാരിച്ചത്. ഞാൻ അവരോട് പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വേറൊരാൾ കോൺടാക്റ്റ് ചെയ്യുമെന്ന്. പിന്നെ ഒരു മെന്നായിരുന്നു, അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എന്നിട്ട് ആരും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. ട്രെയിൻ വിരുദാചലം എത്തിയപ്പോൾ എൻ്റെ കൂടെ തിരുച്ചിറപ്പള്ളി എത്തിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരനോട് അവൻ അങ്ങോട്ട് പോയി പറയുകയാണ് ഉണ്ടായത്, ഇങ്ങനെ ട്രെയിനിൽ മർദ്ദിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ വീഡിയോ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അന്നേരത്തേക്കും ഈ പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ബാഗ് എല്ലാം കൂടി ആയിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു.
ഞങ്ങളുടെ കംപ്ലൈൻറ്റ് ബേസിൽ വന്നിട്ടുള്ള പോലീസുകാരാണ് എന്ന് പറഞ്ഞ് 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അവർ ട്രെയിനിൻ്റെ ഏറ്റവും മുൻവശത്ത്, അതായത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലായിരുന്നു അവർ നിന്നിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ റിസർവേഷൻ യാത്രക്കാരിയാണ്, S3 കമ്പാർട്ട്മെൻ്റ് എന്ന് മെൻഷൻ ചെയ്താണ് ഞാൻ എൻ്റെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്നേരം പോലീസുകാർ ട്രെയിനിൻ്റെ മുൻവശത്ത് വന്ന് നിന്നാൽ ഈ പ്രതിക്ക് ഓടിപ്പോവാനുള്ള ഒരു വഴി അവർ തന്നെ തുറന്നു കൊടുക്കുകയല്ലേ. അവരെന്നിട്ട് ഈ ഓടിപ്പോയ പ്രതിനെ കുറിച്ച് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അയാളെ പിടിച്ചു വെച്ചിരുന്നില്ല എന്നാണ്. നമുക്കത് പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതുപോലെ ആക്രമിക്കുന്ന ഒരാളെ നമ്മൾ എങ്ങനെയാണ് പിടിച്ചു വെക്കുക? അതിനല്ലേ ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ളത് അല്ലേ? അപ്പൊ നമ്മൾ ഈ സ്റ്റേഷനെത്തി അതുവരെ അയാൾ ഇറങ്ങി ഓടുന്നത് വരെ ആരും അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? ആരും അങ്ങോട്ട് എത്തിയിട്ടും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരൊക്കെ തമിഴായിരുന്നു. അപ്പം ഞങ്ങൾ 1-2 പേരോട് കാര്യം പറയുമ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അവർ ഞങ്ങളുടെ പ്രശ്നത്തിന് അവർ ഒരു പരിഹാരം എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എന്നുള്ള രീതിക്ക് അവരൊന്നും തന്നെ ചെയ്യുന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഈ കംപ്ലൈൻറ്റ് പറയുന്ന കേട്ടിട്ടാണ്, ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഈ പ്രതിയായ പുള്ളി ഒരു ടാക്സിക്കാരനെ എന്തോ കോൾ ചെയ്യുന്നതും ഉണ്ടായിരുന്നു. എന്നിട്ടായിരുന്നു ഈ സ്റ്റേഷൻ എത്തിയ ഉടനെ എടുത്തു ചാടി പുള്ളി ഇറങ്ങി ഓടുന്നത്. ഈ പോലീസുകാർ അന്നേരം പറയുന്നത് അയാൾ ഇനി ഓടിയല്ലോ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നിങ്ങനെ. ഞാനിപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് പറയാം ഒരു സ്ട്രേഞ്ചർ ആണ് എന്ന്. ഇത് കൃത്യമായിട്ട് ഒരു സീറ്റ് നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഡീറ്റെയിൽസ് എന്തായാലും റെയിൽവേയിൽ കാണും. എന്നിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങളെ അഡ്വൈസ് ചെയ്യുമായിരുന്നു, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു തിരിച്ച് ഞങ്ങളെ ട്രെയിനിൽ കയറ്റുമായിരുന്നു ചെയ്തത്. ഞങ്ങൾ അന്നേരം തന്നെ റെയിൽവേ പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്തുമായിരുന്നു. പിന്നെ തമിഴ്നാട് പോലീസിന് ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ വിഷ്വൽസ് അവിടെ വന്നിട്ടുണ്ടായിരുന്ന പോലീസിനൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു. അവരുടെ വാട്സപ്പ് നമ്പർ വാങ്ങി അവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ദൃശ്യങ്ങളിൽ ഈ വ്യക്തിയുടെ മുഖം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ റിസർവേഷൻ കമ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പേര് വിവരങ്ങളൊക്കെ തന്നെ അതിലുണ്ടാകും. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്ന ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? അതുമാത്രമല്ല, ഈ സമയം വരെ അവിടെ നിന്ന് ഒരു തരത്തിലും പിന്നീട് ആരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ? പിന്നീട് ആരും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതിനുശേഷം ഒരു ലേഡി പോലീസ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇനി മുതൽ രാത്രി യാത്രകൾ ഒഴിവാക്കണം, അതാണ് എന്തുകൊണ്ട് നല്ലത്. അത് നന്നായി. അപ്പൊ രാത്രി ആരും ഇനി ട്രെയിനിൽ യാത്ര ചെയ്യണ്ട എന്നാണോ അവർ പറയുന്നത്? മാക്സിമം നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡേ ടൈമിൽ പോകൂ, അതായിരിക്കും നിങ്ങളുടെ സുരക്ഷിതത്വം എന്നാണ് അവർ പറഞ്ഞത്. ഈ പ്രശ്നം നടന്നിട്ട് ഒരു ലേഡി പോലീസ് പോലും അവിടെ വന്നിട്ടില്ല. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവിടെ ലേഡി പോലീസ് വന്നില്ല എന്ന് ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവർ പറഞ്ഞത് എനിക്കായിരുന്നു ഡ്യൂട്ടി, ഞാൻ കൺസീവ് ആണ്, അതുകൊണ്ട് ഞാൻ ലീവിലാണ് എന്നാണ് അവർ എന്നോട് പറയുന്നത്. ഒരാൾ ലീവ് എടുത്താൽ പകരം വേറൊരാൾക്ക് ആ ഡ്യൂട്ടി വരില്ലേ? എനിക്കിതൊക്കെ സംശയങ്ങളാണ്. ഞാൻ അതിനുശേഷം അവരോട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്താണ് ഞാൻ ഇതിൽ ചെയ്യേണ്ടത്. അന്നേരം എന്നോട് പറയുന്നത് ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, കാരണം അയാൾ ഓൾറെഡി പോയി കഴിഞ്ഞല്ലോ, ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് അവർ എന്നോട് ചോദിച്ചത്. ഇത്ര കൃത്യമായിട്ട് ദൃശ്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അവർ അങ്ങനെ ചോദിക്കുന്നത് ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ്. അത് മാത്രമല്ല, ഇത് ഇത്ര സമയമായിട്ടും അതിലൊരു തുടർ അന്വേഷണമോ ഇയാളെ കണ്ടുപിടിക്കാനുള്ള ഒരു ആ രീതിയിലുള്ള അന്വേഷണം ഒന്നും നടക്കുന്നില്ല. നമ്മളോട് അവരിങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നില്ല, പകരം നമ്മളെ ഉപദേശിക്കുന്നു രാത്രി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക എന്നൊക്കെ തന്നെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആശ്ചര്യം തോന്നുക. നമ്മൾ ഈ റെയിൽവേ സുരക്ഷയുടെ കാര്യമൊക്കെ ഇത്രയൊക്കെ പറയുകയും അത് കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്ന പെൺകുട്ടികൾ വളരെ കുറവാണ്. അവർ കൂടുതൽ മുന്നോട്ട് വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടാകണ്ടേ അല്ലേ? അത് മാത്രമല്ല, ഞാൻ റെയിൽ മദതിൽ കൊടുത്ത കംപ്ലൈൻറ്റ് ഞാൻ അത് ക്ലോസ് ചെയ്തിട്ടില്ല. അവർ തന്നെ കംപ്ലൈൻറ്റും ക്ലോസ് ആക്കിയിരിക്കുവാണ്. ഞാൻ ആ കംപ്ലൈൻറ്റും ക്ലോസ് ആക്കിയിട്ടില്ല. അവർ കംപ്ലൈൻറ്റ് ക്ലോസ് ആക്കി അവർ ഇതെല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിക്കാണ്. TTR ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും ആ കമ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടില്ല. സാധാരണ TTR എങ്കിലും വരേണ്ടതാണ്. TTR വന്നിട്ടേ ഇല്ല. ഞങ്ങൾ ഏകദേശം 1 മണിയോളം TTRനെ വെയിറ്റ് ചെയ്തിരുന്നു. എല്ലാം കേട്ടിട്ട് നമുക്ക് എന്താണ് ശരിക്കും പറഞ്ഞ ഒരു ധാർമ്മിക രോഷം എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കുണ്ടാവുന്നത് പോലും ഈ സഹയാത്രികർക്ക് ഉണ്ടായില്ല എന്നാണോ ഇപ്പോൾ നേരത്തെ പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടത്? ഭാഷയൊന്നും ഒരു വിഷയമല്ലല്ലോ. നമ്മുടെ കൂടെയുള്ള ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആരും തന്നെ അപ്പോൾ പിന്തുണച്ചില്ലേ?
ആകെ 2 പേരായിരുന്നു എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് ഈ പോലീസുകാർ വരുന്നത് കണ്ടപ്പോൾ, തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് പോലീസുകാർ വരുന്നത് കണ്ടപ്പോൾ അവരെല്ലാം ഈ ഞങ്ങളുടെ കൂടെ സംസാരിച്ച ആൾക്കാരെല്ലാം സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ആർക്കും ഒരു കേസ് വേണ്ട, അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യം എന്താ, മോൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള രീതിക്കാണ് അവരെന്നെ സമാധാനിപ്പിച്ചത്. അതെ, തീർച്ചയായിട്ടും ഇത് എന്തായാലും ഈ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയല്ലേ തീരുമാനം? ആ ഒരു കേസ് അത് പിൻവലിച്ചിട്ടില്ലല്ലോ എന്തായാലും. അതെ, അങ്ങനെ തന്നെ ചെയ്യണം. കാരണം പിൻവലിച്ചിട്ടില്ല. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ രാവിലെ വന്ന് ശരി, ഏതായാലും ഈ ഒരു കാര്യം നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. താങ്ക് യു. എന്തായാലും നല്ല ധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. നമ്മളെല്ലാവരും ഒപ്പമുണ്ട്. കാരണം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. വെറുതെ സഹയാത്രികരെ ഇങ്ങനെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമാണ്. ആ ഫോൺ ഒന്ന് ചാർജ് ചെയ്തേ ഉള്ളൂ, അതിനിങ്ങനെ ആക്രമിക്കുന്നു. എന്നിട്ട് ഏറ്റവും ദുഃഖകരമായ കാര്യം, അതിന് ഒരു കൃത്യമായ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏതായാലും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥിനിയുടെ തീരുമാനം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.